ഇപ്പം ഞാൻ എൻ്റെ മോഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പം എന്നെ നായകനാക്കിക്കൊണ്ട് സിനിമ ചെയ്യാൻ ഒരു 5 പേര് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ 5 പേരുടെയും കഥകൾ കേട്ടപ്പം ഞാൻ ശരിക്കും ത്രില്ലടിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഞാനാണ് നായകൻ, എന്നെ നായകനാക്കിയിട്ട് ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞു. അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ചെയ്താൽ അത് നിൽക്കും എന്നുള്ളത്. ഞാനും സ്ക്രിപ്റ്റൊക്കെ വായിച്ചപ്പോൾ ഞാനും സംതൃപ്തനാണ്. പക്ഷേ ഇത് ചെയ്യാൻ പ്രൊഡ്യൂസർമാരാണ് കിട്ടാത്തത്. അപ്പം ഞാൻ നായകനാകുമ്പോൾ ചില പ്രൊഡ്യൂസർമാർക്ക് ഒരു ധൈര്യക്കുറവുണ്ടാവും, അയ്യോ വിനോദ് കപൂറാണ് നായകൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. പക്ഷെ അവർ ഇതൊരു സിനിമയാക്കാൻ വേണ്ടി പല പ്രൊഡ്യൂസർമാരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും പലരിടത്തും പറയുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ വില്ലിങ്ങായി വന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ച 2, 3, 4, 5 കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കും. അത് 2 സിനിമ ഒരു ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധ്യതയുള്ള സിനിമയായിട്ടും അവരും പറയുന്നു, എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന്, ആ സ്വപ്നം കൂടി ഒന്ന് പൂർത്തിയാവണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം നായകനാവുക എന്നുള്ളൊരു കാരണം കൊണ്ടല്ല, എനിക്ക് ക്യാരക്ടർ റോൾ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഇവർ പറയുന്നു ഞാൻ ആയാൽ മതി എന്ന് പറയുമ്പോൾ പിന്നെ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് ഞാൻ നായകൻ, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, ഇതിൽ വിനോദിന് 3 ഗെറ്റപ്പ് ഉണ്ട്. വിനോദ് 28 വയസ്സുള്ള ഒരാളായിട്ട് അഭിനയിക്കണം, 50 വയസ്സ് കാണിക്കണം, പിന്നെ 82 വയസ്സ്. അത് വിനോദിന് പറ്റും. വിനോദിനെ 28 വയസ്സുള്ള ഒരാളാക്കാൻ ഒരു പ്രയാസമില്ല. വിനോദ് ഇങ്ങനെ തന്നെ അഭിനയിച്ചാൽ മതി. 50 വയസ്സിലേക്ക് നമുക്ക് ചെറിയ മേക്കപ്പ് വേണം. 82 വയസ്സിലേക്ക് ഞാൻ കുഞ്ഞുണ്ണി മാഷയാണ് മനസ്സിൽ കാണുന്നത്. ആ കുഞ്ഞുണ്ണി മാഷ പോലെയുള്ള ഒരു വൃദ്ധനായിട്ട് വിനോദ് മാറണം. അത് വിനോദിന് സാധിക്കും. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വിനോദിന് ഗ്യാരണ്ടിയാണ്. കാരണം 2014 എനിക്കൊരു ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിമിലെ ഫെസ്റ്റിവലിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർക്കുള്ള ഒരു അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം മനസ്സിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയാം. അല്ല, ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്ന മേഖലയിലൊക്കെ എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പാട്ട് പാടണം എന്ന് വലിയ ആഗ്രഹം, കുട്ടിക്കാലം മുതലേ എൻ്റെ ഇവിടെ പാട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാട്ട് പാടുമ്പോൾ 4 സിനിമയിൽ ഞാൻ പിന്നണി പാടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല സിനിമയിലൊക്കെ പാടുന്നു. വെറുതെ ഇങ്ങനെ ഒരു പാട്ടുകാരനാവണം. ഇന്നും ഞാൻ പാട്ടുകാരൻ്റെ ലിസ്റ്റൊന്നും ഞാനില്ല. പക്ഷേ ഞാൻ 4 സിനിമയിൽ പിന്നണി പാടി. അത് എന്തോ ഒരു ഭാഗ്യമാണ്. അതുപോലെ അഭിനയമായിരുന്നു എൻ്റെ ക്രേസ്. അഭിനയം എൻ്റെ ഭാര്യയും സംഗീതം എൻ്റെ കാമുകിയുമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ 2 പേരും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. 2ലും എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നു. മഴനൂൽക്കനവ് സിനിമ ഉണ്ടാകുന്നത് ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. എന്നാൽ ഞാൻ ആക്കിയത് സാമൂര്യൽസ് ഗുരുവായൂരപ്പൻ കോളേജാണ്. ആ കോളേജിൽ 3 വർഷത്തെ പഠനമാണ് ഞാനിന്നൊരു നടനായി നിൽക്കാനുള്ള കാരണം. ആ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ആ സിനിമ സംവിധാനം ചെയ്തത്, നന്ദൻ കാവി എന്ന് പറയുന്ന കക്ഷി. അപ്പം അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിലെ പഠനം കഴിഞ്ഞ് അദ്ദേഹം ചെന്നൈയിൽ പോയിട്ട് സിനിമ പഠിച്ച് തിരിച്ചു വന്ന് എന്നെ വിളിച്ചു, വിനോദം ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നു, അപ്പോൾ നമ്മുടെ കോളേജിൽ വെച്ച് ചിത്രീകരിക്കണം, അതൊരു കോളേജ് ഓറിയൻറ്റഡ് സ്റ്റോറിയാണ്. അപ്പോൾ നമ്മുടെ കോളേജാണ് എൻ്റെ ഭാവനയിൽ മുഴുവൻ. അപ്പോൾ അവിടുത്തെ പെർമിഷൻ നീ ഒന്ന് വാങ്ങിച്ചു തരണം. ഞാൻ പോയാലൊന്നും പെർമിഷൻ തരില്ല. വിനോദിനെ കോളേജിൽ നന്നായിട്ട് അറിയാലോ മാഷന്മാർക്ക്. അങ്ങനെ ഞാൻ പോയി പ്രിൻസിപ്പളെ കണ്ട് കോളേജ് ഒരു 10-20 ദിവസത്തേക്ക് അനുമതി വാങ്ങിച്ചോടും. അങ്ങനെ കോളേജിൽ വെച്ച് ചിത്രീകരിച്ച സിനിമയാണ് മഴനൂൽക്കനവ്. അതിൽ നമ്മുടെ വിനീത് കുമാർ, ഇപ്പം അദ്ദേഹം ഡയറക്ടറും കൂടിയാണ്. വിനീതായിരുന്നു നായകൻ. ഇപ്പോൾ വിനീതിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് കിച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഞാനും. അതിൽ നരേന്ദ്രപ്രസാദ്, മാമുക്കോയ തുടങ്ങി കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ സിനിമ അത്ര സക്സസ് ആയിരുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യ സിനിമ മഴനൂൽക്കനവാണ്. അതെന്നും ഇന്നും എന്നും ഞാൻ പറയില്ല. പിന്നെ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. അത് പലർക്കും അറിയാൻ തോന്നും.